തിന്മകൾക്ക് എതിരിൽ ശബ്ദിക്കുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ തിന്മയും നന്മയായി കാണുന്ന കാലഘട്ടം. പഴയ കാലഘട്ടം പോലെയല്ല ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ കിട്ടലായിട്ടാണ് ഉമ്മമാർ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ഹത്ത നേർച്ചയാക്കുക. എന്റെ മോനെ റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടണം, ഉസ്താദ് പ്രത്യേകം ദ്വാരന്നിട്ട് ബിഗ് ബോസിൽ എന്റെ മോനെ ജയിപ്പിക്കണമെന്ന് പറയും. അതിനൊന്നും ഒരു മടിയില്ല. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവർ അവര് തന്നെ പറയാണ്, ഉസ്താദ് ഇത്ര രൂപ കിട്ടും, അതൊന്ന് പലിശയുടെ പൈസ ഒന്ന് കിട്ടാൻ വേണ്ടി ഉസ്താദ് സദസ്സി ദ്വാരക്ക ആസീനും അത് വെറുതെ ലത്തീഫ് ഓതിയട്ടെ, ഈ ഉമ്മാക്ക് പലിശയുടെ പൈസ കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ. നമ്മൾ പച്ചയായിട്ട് എഴുതി വിട, ഞാൻ വെറുതെ പറയല്ല, കത്തെഴുതി തരികയാണ് ദ്വാരക്കാൻ വേണ്ടി. ഈ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വെച്ച് ന്യൂ ഇയറിന്റെ പ്രഭാഷണം നടത്തി. അന്ന് വന്ന കത്തിലുള്ള ഒരു കത്താണ് എന്റെ കയ്യിൽ ഇപ്പോഴും സ്റ്റോക്ക് എടുപ്പ്. ഇന്ന് രാവിലെ ഞാനത് ഇങ്ങനെ വായിക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ വേഗം അത് മറച്ചു വെച്ച് പറഞ്ഞില്ല മജ്‌ലിസ്. ആളുകൾക്കൊരു വിഷയമല്ല, കാരണം അതൊക്കെ ഒരു പ്രശ്നമില്ലാതായി മാറിയിരിക്കുന്നു. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാകുന്ന സമ്പാദ്യം അത് ധാരാളം കൈക്കലാക്കുന്നു, യഥേഷ്ടം ചെലവഴിക്കുന്നു, എവിടെയും ചെലവഴിക്കുന്നു. അത് പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എല്ലായിടത്തും കൊടുക്കാൻ. പലിശയുടെ പൈസ ഒരു തരി പോലും നിങ്ങൾ പള്ളിക്കോ മദ്രസക്കോ ദീനീ സ്ഥാപനങ്ങൾക്കോ എവിടെയും കൊടുക്കാൻ പാടില്ല. അങ്ങനെ നൽകൽ അത് മറ്റൊരു തെറ്റാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിന്നെ ചില ആളുകൾ ചെയ്യാറുണ്ട്, ബാങ്കിലെ തന്നെ പലിശ അടയ്ക്കാൻ വേണ്ടി ഈ പലിശ കൊണ്ട് സഹായിക്കുക. ഈ പലിശയുടെ പൈസ എന്ത് ചെയ്യുക, ബാങ്കിലെ വേറൊരുത്തന്റെ പലിശ അടയ്ക്കാനുണ്ട്, അയാൾക്ക് അവിടെ ബാങ്കിൽ ജപ്തിയാവും. അപ്പൊ ആ പലിശയുടെ പൈസ അടയ്ക്കാൻ വേണ്ടി ഇതങ്ങനെ ചെയ്യാം. അതൊക്കെ ചെയ്യാം, പക്ഷെ അതിന് കൂലിയൊന്നും പ്രതീക്ഷിക്കണം. കാരണം ഈ പൈസ നിന്റെതല്ല, നിന്റെ അധ്വാനത്തിലൂടുണ്ടായ ധനമേ അല്ല. ചില ആളുകൾ അതിങ്ങനെ വലിയ സംഭവമായിട്ട് 2 ലക്ഷം രൂപ കൊടുത്തത് 10 വരെ കാണിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തക്ബീർ അല്ലാഹു അക്ബർ ഭയങ്കര കാര്യമായിട്ട് കൊടുക്കുക. ആ പൈസ ഒന്നും കൊടുത്തിട്ട് അല്ലാത്ത സ്വർഗം കരകഥാക്കാൻ ആരും കരുതണ്ട. അധ്വാനിച്ചതിൽ നിന്ന് കൊടുക്കണം, വിയർപ്പൊഴുക്കിയതിൽ നിന്ന് കൊടുക്കണം, അപ്പോഴേ അതിന് കാര്യം ഉണ്ടാവും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചെറുക്കുമാറാവട്ടെ. ആ പൈസ എടുത്തിട്ട് പള്ളിക്കോ മദ്രസക്കോ ദീനീ സ്ഥാപനങ്ങൾക്കോ ഒന്നും നൽകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് അതൊക്കെ ഒരു സൂക്ഷ്മതയുണ്ടായിരുന്നു. പള്ളി പണിയുമ്പോ, മദ്രസ പണിയുമ്പോ, ദീനീ സ്ഥാപനങ്ങൾ പണിയുമ്പോ ഒക്കെ ആ സൂക്ഷ്മത വെക്കും. നല്ല സമ്പാദ്യം മാത്രമേ അതിനുവേണ്ടി വിനിയോഗിക്കുള്ളൂ. ഒന്നുമല്ല, ഇന്നത് ശ്രദ്ധയില്ല, എല്ലാവരും അലസതയായി പോയി. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് പടുനൊടുക്കപ്പെടുന്നതാകുന്ന പള്ളികൾ, മെഹ്റാബുകൾ, അവിടെ വെച്ചുകൊണ്ടുള്ള ദുആകൾക്ക് ഇജാബത്ത് ഉണ്ടാവൂല. കാരണം ഇതിലേക്ക് എന്ത് ചേർന്നിട്ടുണ്ട്, ഈ പലിശയുടെ പൈസ ഒന്ന് ചേർന്നിട്ടുണ്ട്. അപ്പൊ ഉത്തരം കിട്ടാത്ത പള്ളിയായി പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾ നോക്ക്, ഖുറൈശികൾ പരിശുദ്ധമായ കഅബാലയം 12ഓളം ആളുകളാണ് ഇതുവരെ എടുത്തിട്ടുണ്ടെന്നാണ് ചരിത്രം. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മാലാഖ ആദം ശീസ് ഇബ്രാഹിമുമാ അമാലികും ജുറുഹും ഖുസൈ ഖുറൈശുമാ അബ്ദുല്ലാ ഹജ്ജാജും മുറാദു സമാനിയം അവസാനമായി ഫഹദാണ് ആല് സഊദിയും. തുടക്കക്കാരൻ ആരാണ്? മലായിക്കത്തുകളാണ്. പരിശുദ്ധമായ കഅബാലയത്തിന് ഫൗണ്ടേഷൻ ഇട്ടത് അതിന്മേൽ ആര് പണിതു? സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം, പിന്നീട് ശീസ് നബി അലൈഹിസ്സലാം, പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകം മുഴുവനും ജലപ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിൽ കഅബാലയം നാമാവശേഷമായി. അതിന്റെ ഫൗണ്ടേഷൻ കണ്ടെടുത്ത് പണിയാൻ, പുനരുദ്ധരിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചു ആരെ? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിതു എന്നുള്ളത്. അങ്ങനെ ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം കഅബ പണിത് പൂർത്തീകരിച്ചിട്ട് പിന്നെ അള്ളാഹു കൽപ്പിച്ചു, ഈ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് വീണ്ടും ഹജ്ജിന് വേണ്ടി വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങളെ ക്ഷണിക്കണം. ആ ക്ഷണിച്ചതിന് ഉത്തരം കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്നും പോകുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അള്ളാഹു നിനക്കിതാ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മൾ കഅബാലയത്തിന്റെ പരിസരത്തേക്ക്
ഹജ്ജും ഉംറയും നിർവഹിച്ചു കൊണ്ടുപോകുന്നു. അള്ളാഹു നമുക്കൊക്കെ എത്തിപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. ഈ വർഷം ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ഗവൺമെന്റും അല്ലാതെയും ഒക്കെ പോകാൻ വേണ്ടി നിലകൊള്ളുന്ന സർവരെയും അള്ളാഹുവിടെ എത്തിക്കുമാറാവട്ടെ. പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നസീബാക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കഅബാലയം പണിതിങ്ങനെ വന്ന് 8ാമത്തെ പ്രാവശ്യം കഅബാലയം പുനരുദ്ധരിക്കുന്നത് ഖുറൈശികളാണ്. ഖുറൈശികൾ പരിശുദ്ധമായ കഅബാലയം പണിതപ്പോൾ ഹലാലായ സമ്പാദ്യം അവർ ഒരുക്കൂട്ടി വെച്ചത് അത് വളരെ ചുരുങ്ങി. അപ്പോൾ തന്നെ കഅബ ചുരുക്കി അവർ. നമ്മൾ ഹിജ്ർ ഇസ്മായിലിനെ കെട്ട് കാണുന്നില്ലേ? ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന കെട്ട് അതെന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനാകുന്ന ഇസ്മായിൽ നബിയെയും ഹാജറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അവരെയും പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ ആ മകന് വേണ്ടി അറാക്കിനാൽ ഒരു ചെറിയതാകുന്ന ചെരുവ് നിർമ്മിച്ചു കൊടുത്തു. ഒരു ടെന്റ് നിർമ്മിച്ചു കഅബയുടെ പരിസരത്ത്. അതാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഭാഗം. ആ ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടായിരുന്നു അതുവരെ കഅബയുണ്ടായിരുന്നത്. ചരിത്രം പറയുന്നു ഈ ഖുറൈശികൾ വരുന്നതാകുന്ന ഘട്ടം 8ാമത്തെ പ്രാവശ്യം അവരെയാണ് കഅബ പുതുക്കി പണിയുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 35. ഈ ഖുറൈശി ഗോത്രക്കാരെ കഅബ പണിയുമ്പോൾ അവരുടെ കൈവശം ഹലാലായ സമ്പത്ത് കുറവെന്നതിന്റെ പേരിൽ ഈ ഹിജ്ർ ഇസ്മായിലിനെ കെട്ടുകൂടി അവർക്ക് എടുക്കാൻ സാധിച്ചില്ല. അവർ നേരെ എന്ത് ചെയ്തു? വെളിയിലാക്കി. ആ ഹിജ്ർ ഇസ്മായിലിനെ കെട്ട് വെളിയിലാക്കി. പിന്നീട് അത് അകത്താക്കിയ ആളുകളുണ്ട്. ലാസ്റ്റ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ രാജാക്കന്മാരെല്ലാവരും കൂടി കുറച്ചുപേര് അകത്തേക്കാക്കി കുറച്ചുപേര് പുറത്താക്കി, ആ പണി നടക്കത്തില്ല. അള്ളാഹുവിന്റെ പള്ളിയെ നിങ്ങൾ കളിപ്പാവയാക്കരുതെന്ന് ശക്തമായി പറഞ്ഞതിന് ശേഷം പിന്നീട് ആരും കഅബ അകത്താക്കാനോ ഈ ഹിജ്ർ ഇസ്മായിൽ അകത്താക്കാനോ പുറത്താക്കാനോ നിന്നിട്ട്. അതിനു മുമ്പ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലഘട്ടത്തിലും മർവാന്റെ കാലഘട്ടത്തിലും ഒക്കെ അകത്താക്കാനും പുറത്താക്കാനും ഒക്കെ നിന്നിട്ടുണ്ട് എന്ന ചരിത്രം. ഞാനിപ്പോൾ അതിൽ പറയുന്നില്ല, അതൊക്കെ വേറൊരു വിഷയമാണ്. പിന്നീട് നമുക്ക് സംവദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഖുറൈശികൾ എന്ന കഅബ പണിയാൻ വേണ്ടി വന്നപ്പോൾ ഹലാലായ സമ്പാദ്യം കുറഞ്ഞതിന്റെ പേരിലാണ് കഅബയുടെ ആ ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗം പുറത്താക്കിയത്. ഇല്ലെങ്കിൽ ഇന്നും അത് അകത്തായിരുന്നേനെ. അപ്പൊ അത് സൂക്ഷ്മതയാണ്. ഇന്ന് ആ സൂക്ഷ്മത കുറഞ്ഞു പോകുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എങ്ങനെയെങ്കിലും പൈസ കൊടുക്കിട്ടിട്ട് പരിപാടിയാക്കാം, നടക്കൂല. അത് പള്ളിക്ക് മാത്രമല്ല കേട്ടോ, പള്ളക്കിലേക്ക് പോകുന്നതും ശ്രദ്ധിക്കണം. പള്ളി മാത്രമല്ല, നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതും ശ്രദ്ധിക്കണം. ഹലാലല്ലാത്തതൊന്നും കഴിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സാലിഹാ. കുലൂ മിനത് ത്വയ്യിബാത്, നല്ലത് ഭക്ഷിക്കണേ, നല്ലത് നിങ്ങൾ കുടിക്കുകയും ഭുജിക്കുകയും ചെയ്യണേ. നല്ലത് കുടിക്കുകയും ഭുജിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ വഅമലൂ സാലിഹാ, നല്ല സുകൃതങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം അല്ലാഹു നൽകൂ. നല്ലത് കഴിച്ചാൽ നല്ല അമൽ ചെയ്യാൻ പറ്റുമേ എന്നാണ് പറഞ്ഞതിനർത്ഥം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല അമലു സാലിഹാത്ത്, നല്ല സുകൃതങ്ങൾ ചെയ്യണമെങ്കിൽ നല്ല ത്വയ്യിബത്തായ ഭക്ഷണം കഴിക്കണം. ഹലാലല്ലാത്ത ഭുജിക്കരുത്. അപ്പൊ പരിചയവുമായി ബന്ധപ്പെട്ടൊന്നും എന്ത് ചെയ്യണ്ട, കഴിക്കാൻ പോകണ്ട, തൊടാൻ പോകണ്ട, ശ്രദ്ധിച്ചോണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയൻ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. പരിപൂർണമായ സാമ്പത്തിക വിശുദ്ധി ശ്രദ്ധ പതിപ്പിക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബക്കറ്റൊന്നും കൊണ്ടുവന്നോളി. ഒരു സദക്ക ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല നിയ്യത്തിൽ കൊടുക്കുക. അല്ലാഹു നമ്മുടെ സദക്ക സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. സർവോപരി നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ വന്നു ചേർന്ന് നമുക്കൊക്കെ ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, നല്ല ലക്ഷ്യങ്ങളുണ്ട്. അല്ലാഹു ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി തരുമാറാവട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ നൽകുന്ന സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ ലക്ഷ്യങ്ങളുണ്ട്, നീ നിറവേറ്റി തരണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം ഞങ്ങൾക്കേവർക്കും നീ നസീബാക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ.
8% ആളുകളും അത് ഏറ്റെടുത്തത് പൂർത്തീകരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് നല്ല നിയ്യത്തിൽ കൊടുത്തോളി. ഗൂഗിൾ പേ ചെയ്യാനൊക്കെ ഉള്ള സ്കാനറുമായിട്ടാണ് വരുന്നത്. കൈ പാസില്ല എന്നുള്ള പേടിക്കണ്ട, സ്കാൻ ചെയ്തിട്ട് അങ്ങോട്ട് കൂടുതൽ ഇട്ടോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല നിയ്യത്തിൽ വെച്ച് കൊടുക്കാം. അല്ലാഹു കബൂലാക്കട്ടെ. അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തൊക്കെ ഇപ്പോഴേ ഒരുങ്ങി റെഡിയായിരിക്കണം. നേരത്തെ സൂചിപ്പിച്ചാൽ 1 സ്ക്വയർ ഫീറ്റിന് 2,500 ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും കൊടുക്കുന്ന മോമിനികളായി നമ്മൾ മാറണം. ഞാൻ ഇടയ്ക്ക് ഇപ്പോഴേ തന്നെ പറയുന്നത്, പോകുന്നതിന് മുമ്പ് ആ നിയ്യത്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സുകൊണ്ടൊന്ന് കരുതി കൊടുക്കുക എന്നുള്ളതാണ്. റമദാൻ വരെയാണ്. റമദാനിന് മുന്നേ പുണ്യമായ റജബിൽ, പരിശുദ്ധമായ മെഹറാജിന് മുന്നേ ഒരു സദഖയാകട്ടെ. അല്ലാഹു ഇത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കരുത്ത്, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കുക. തീർച്ചയായും അത് പ്രയോജനപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ കബൂലാക്കണേ അല്ലാഹ്. അപ്പോൾ തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്നവരായി നമ്മൾ മാറണം. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. എല്ലാ നന്മകൾ പരിപൂർണമായി കൽപ്പിക്കുന്നവരാകണം. എങ്കിലേ വിജയം ഉണ്ടാവുള്ളൂ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബിയോടും അവരുടെ സമൂഹത്തോടും അക്രമം അഴിച്ചുവിട്ടപ്പോ ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ സ്വേച്ഛാധിപതിയായി നിലകൊണ്ടതായ ഫിർഔനിനോട് ഒരാൺകുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. ചരിത്രം പറയുന്നു, ഫിർഔനിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയത് റജുലാൻ. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله. ബഹുമാനപ്പെട്ടതാകുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടതായ ആൺകുട്ടിയായ ഒരു ചെറുപ്പക്കാരൻ ചുണയോടുകൂടി ചോദിക്കുകയാണ്. 3000 വർഷം മുമ്പ് നടന്നതാകുന്ന സംഭവമാണ്. എന്തിനാണ് പരിശുദ്ധ പ്രവാചകർക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഈ സംഭവത്തെ വിശദീകരിക്കുന്നത്? ആൺകുട്ടികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവൽ അനിവാര്യമാണ്. തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഉണ്ടാവൽ അനിവാര്യമാണ്. ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തി സ്വേച്ഛാധിപതിയായി നിലകൊണ്ട് തന്റെ മുന്നിൽ ഒരാൾ മാളാവാൻ പറ്റില്ല. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഉന്നതനായ റബ്ബ് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കൊന്നൊടുക്കിയിരുന്നതാകുന്ന വ്യക്തിയല്ലോ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. തന്റേതാകുന്ന ആളുകളെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയും വലിയതാകുന്ന സാഹിര്യങ്ങൾ, മാരണക്കാരായ ആളുകൾ അവരുടെ കൈവശമുള്ളതാകുന്ന വടികളും അവരുടെ കൈവശമുള്ളതാകുന്ന കമ്പുകളും നിലത്തിട്ടുകൊണ്ട് പാമ്പാക്കി മാറ്റിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരിക്കുന്ന വടി, മുഅ്ജിസത്തിന്റെ അമാനുഷികമാകുന്ന വടി, അത് നിലത്തിട്ട് മാറുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി തൽസലം വലിയ സർപ്പമായി മാറുകയാണ്. അവരുടേതാകുന്ന മരണക്കാരുടെ സർവ്വ ചെറിയതാകുന്ന വടികൾ നിലത്ത് വീണ് സർപ്പങ്ങളായി നിലത്തുകൂടി എഴുതുമ്പോ നിലത്തുകൂടി ഉരുളുന്നതാകുന്ന വലിയ വലിയ പാമ്പുകളെ ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി നിലത്ത് വീഴുകയും പാമ്പായി മാറിയതാകുന്ന ഈ വടി മുഖേന അത് പരിപൂർണമായി വിഴുങ്ങിക്കളയുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ആ പാമ്പിന്റേതാകുന്ന വാലിൽ പിടിച്ചപ്പോ പഴയതുപോലെ തന്നെ വടിയായി ബഹുമാനപ്പെട്ടവരുടെ കൈകളിലേക്ക് വന്ന സംഭവം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ഈ സംഭവം കണ്ടതാകുന്ന ഫിർഔന് അതാ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചപ്പോ അതുവരെ ഫിർഔനിനെ കൊണ്ട് വിശ്വസിച്ചിരുന്ന ആളുകൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത്, അമാനുഷികമാകുന്ന കഴിവ് നേർക്ക് നേരെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി സത്യം ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ കൈകളിലാണ് ഞങ്ങൾ അസത്യത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കാതിരുന്നത്. എല്ലാ മാജിക്കുകളും പരാജയപ്പെട്ടു പോയ സമയത്ത് അവർ വിളിച്ചു
പറഞ്ഞു ആമന്നാ ബിറബ്ബി മൂസാ വ ഹാറൂൻ. മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഹാറൂനിന്റെ റബ്ബിനെ കൊണ്ട് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ചോദിക്കുകയാണ് ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ മൂസയെ കൊണ്ട് വിശ്വസിച്ചു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല കേട്ടോ. വലൗ ഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന തന്റെ അനുയായികളെ ശിക്ഷിക്കുവാൻ ഫിർഔൻ ഇതാ കരുതുകയാണ്. ആ ശിക്ഷാ നടപടിയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇന്ന് വരെ ഒരു രാജാവൃത്തിയാണ്. വലത് കൈ ഛേദിക്കുകയാണ്, ഇടത് കാല് പരിപൂർണമായി വിച്ഛേദിക്കുകയാണ്. അടുത്ത ആൾ വിളിക്കുകയാണ്, ഇടത് കൈ പരിപൂർണമായി വെട്ടുകയാണ്, മുറിച്ചെടുക്കുകയാണ്. അവന്റെ വലത് കാല് പരിപൂർണമായി മുറിച്ചെടുക്കുകയാണ്. ഈ രീതിയിൽ വലത് കൈയാണ് വെട്ടിയതെങ്കിൽ ഇടത് കാല് മുറിക്കുന്നു, വലത് കാലാണ് മുറിച്ചതെങ്കിൽ ഇടത് കൈ മുറിച്ചു മാറ്റുന്നു. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ട് ആളുകളെ വല്ലാതെ പ്രയാസപ്പെടുത്തി കൊലപ്പ് രക്തം മാർന്നൊലിക്കുന്ന ഈ പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങളെ കൊണ്ടുവന്ന് വലിയതാകുന്ന മരത്തിലേക്ക് വെച്ചുകൊണ്ട് കെട്ടുകയാണ്. ഓരോ ഇഞ്ചിഞ്ചായി ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ആണിയടിക്കുകയാണ്. ആണിയടിക്കുന്ന ഭാഗത്തിലൂടെ രക്തം പുറത്തേക്ക് നിർഗളിക്കുന്നത് കണ്ടുകൊണ്ട് ഫിർഔൻ ആർത്തട്ടഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിൽ ഫിർഔനിനെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ആണിയുടേതാകുന്ന വ്യക്തിയാണ് ഫിർഔൻ. തൊട്ടതിനും പിടിച്ചതിനും ആളുകളെ ക്രൂശിക്കുന്നത് പലകയിലേക്ക് പച്ചയായി നഗ്നയായി കടത്തിയിട്ട് ശരീരത്തിലെ ഇഞ്ചിഞ്ച് ഭാഗങ്ങളിൽ ഓരോ ഭാഗങ്ങളിലായി ആണിയടിക്കുകയാണ്. വലിയതാകുന്ന ആണി കൊണ്ട് പച്ചയ മാംസത്തിലേക്ക് കുത്തിയടിച്ചിറക്കുകയാണ്. പുറത്തേക്ക് നിർഗളിക്കുന്നതാകുന്ന രക്തങ്ങൾ പോയുമ്പോ വേദന കൊണ്ട് പൊളയുന്ന ഈ മനുഷ്യന്റെ മുന്നിൽ വിളിച്ചു പറയുന്നു, ഞാനാണ് റബ്ബെന്ന് പറയണേ, ഞാനാണ് റബ്ബെന്ന് നിങ്ങൾ വാദിക്കണേ. പറയാത്തവനെ ഇഞ്ചിഞ്ചായി കൊന്നുകളയുകയാണ്. ലോകത്തിൽ നിന്ന് വരെ ഒരു അധികാരി ഈമാനഹോ അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ് അയ്യഖൂല റബ്ബി അല്ലാഹ്. അല്ലാഹുവാണ് എന്റെ റബ്ബ്, എന്റെ പരിപാലകൻ അല്ലാഹുവാണ്. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ് അല്ലാഹു, പരിപാലകനാണ് അല്ലാഹു, സർവേശ്വരനാണ് അല്ലാഹു, സർവാധിപതിയാണ് അല്ലാഹു, സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവാണ് അല്ലാഹു എന്ന് ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ ക്രൂശിക്കുകയാണോ എന്ന് പറഞ്ഞ് ലോകമടക്കി ഭരിച്ചുകൊണ്ട് നിലകൊണ്ടതായ ഫിർഔനിന്റെ അടുക്കൽ വന്നുകൊണ്ടൊക്കെ സംസാരിച്ചു. ഈജിപ്തിന്റെ ഭരണാധികാരിക്ക് മുന്നിൽ വന്നുകൊണ്ട് സംസാരിച്ചു. മുഅ്മിനായ മനുഷ്യൻ, അദ്ദേഹം ആൺകുട്ടിയാണ്, ആൺകുട്ടിയാണ്. അല്ലാഹു ആ മനുഷ്യനെ പരിചയപ്പെടുത്തിയത് വഖാല റജുലുൻ മുഅ്മിൻ എന്നാണ്. അപ്പോൾ മോമിനീങ്ങളാകുന്ന ആളുകളെയൊക്കെ തന്നെ നല്ല ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്നവരെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഖുർആൻ മുഴുവനും ഈ വാക്കുകൊണ്ടാണ്. റജുൽ, റിജാൽ എന്ന വാക്കാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. തിന്മകൾക്കെതിരിൽ പരിപൂർണമായി ശബ്ദിക്കുന്നവരാകണം. സ്വന്തം കുടുംബത്തിൽ തന്നെ മക്കൾ വ്യഭിചരിക്കുമ്പോ, മക്കൾ അശ്ലീലതയിലേക്ക് പോകുമ്പോ, മക്കള് സിനിമ കാണുമ്പോൾ, സീരിയൽ ദർശിക്കുമ്പോൾ കൂടെ കൂടിക്കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് സിനിമ കാണാം എന്ന് പറഞ്ഞ് വാപ്പ തന്നെ ഫാമിലി ടിക്കറ്റ് എടുക്കുകയാണ്. അതാണ് ഇന്നത്തെ കാലം. അത് റമദാനൊക്കെ കഴിയുമ്പോൾ പെരുന്നാളിന്റെ അന്ന് തന്നെ അപ്പ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുക. എല്ലാവർക്കും സർപ്രൈസ് അപ്പാടെ വക. പാപ്പായും ഉമ്മായും മക്കളെല്ലാവരും ഒന്നിച്ച് കാറിനകത്ത് കയറി തിയേറ്ററിൽ പോയി ഇരുന്നിട്ട് പോപ്കോണും തിന്ന് റാഹത്തായിട്ട് നല്ല പെനീഡ് ഐസ്ക്രീം, അതിനകത്താകുമ്പോൾ സാധനം ഉണ്ടെന്നാ പറയുന്നത്, സ്ട്രോബെറിയുടെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഉറിഞ്ചി തിന്നോണ്ടിരിക്കുകയാണ് ഹാജിയാർ. 27 തൗബാക്കുടത്തിനകത്തായിരുന്നു 2 കൈ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. പെരുന്നാളായപ്പോഴത്തേക്ക് ഹാജിയാർ ആ കൈ കൊണ്ട് ഐസ്ക്രീമും തിന്നോണ്ടിരിക്കുക റാഹത്ത്. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. എവിടെ ഇരിക്കുന്നത്? തിയേറ്ററിനകത്ത്.
ഇതാണ് നമ്മുടെ ഖൗമിന്റെ അവസ്ഥ. അപ്പൊ തിന്മയെ തടയുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ തിന്മകൾക്കും ഒത്താശയാണ്. മക്കളെ തിന്മയ്ക്ക് വേണ്ടി പൈസ ചോദിക്കുമ്പോ എത്രയാ മോനെ, കുറച്ചുകൂടെ വെച്ചോ, നീ നല്ല റാഹത്തുണ്ട്, എന്തായാലും പോവല്ലേ, അല്ല സെറ്റായിക്കും. മക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ നടത്തി കൊടുക്കണമെന്ന്, യാ അല്ലാഹ് എന്നാ പൊയ്ക്കോ, ഇല്ല തിന്മയിലേക്കും പൊയ്ക്കോ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ടൂറ് പോണം, ടൂറ് മാത്രം അതിന്റെ പൈസ 2500 പോരാ മോനെ, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കുഴിമന്തി റാഹത്തായിട്ട് അടിക്കുക, കുഴിമന്തി കിഴി പൊറോട്ട ഒക്കെ അടിച്ച് സെറ്റ്. അല്ല മസ്ക ബണ്ണ് കിട്ടും, അണ്ണാക്കിലോട്ട് ഒട്ടിച്ചു വെക്കും, പാപ്പ കൊടുത്തു വിടുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാശ് കൊടുത്തു വിടുക, ട്രെൻഡിനൊപ്പം മക്കളെ വിടുക. മക്കളെല്ലാ തിന്മകളിലും പരിപൂർണമായി വ്യാപൃതരാകുക. 2025 വിട പറഞ്ഞപ്പോ നിന്റെ മകൻ എവിടെയായിരുന്നു രാത്രിയിൽ? നിന്റെ മകൾ എന്തെടുക്കുകയായിരുന്നു ആ രാത്രിയിൽ? ചിന്തിക്ക്. ഏതെല്ലാം മക്കളാണ് കടപ്പുറത്ത് വന്നുകൊണ്ട് കടല കുറിച്ചുകൊണ്ട് ആകാശസീമകളിലേക്ക് പട്ടം പറത്തിക്കൊണ്ടും ബലൂണ് ഉയർത്തിക്കൊണ്ടും ആക്രോശിച്ചുകൊണ്ട് നിലകൊള്ളവർ പാപ്പാനിയെ കത്തിച്ചുകൊണ്ട് 2025 വിട പറയിച്ച് 26ലേക്ക് വന്ന സമയത്ത് കള്ളുകുടിച്ചുകൊണ്ട് ലഹരി തുടർന്നുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ വന്നുകൊണ്ട് തുള്ളിയതാകുന്ന ആളുകൾ വരെ നമ്മുടെ മക്കളില്ലേ? എവിടേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്? ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മളെല്ലാം അശ്ലീലതയ്ക്കും ചുവടുവെക്കാണ്, ആസ്വദിക്കാണ് ദുന്യാവ്. കാരണം നമുക്ക് മനസ്സിൽ നമ്മൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നുണ്ട്, എവിടെയോ ദുന്യാവേ ഉള്ളൂ, മരണമൊന്നുമില്ല, മരണാനന്തര ജീവിതം ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ പോയി. അതുകൊണ്ടാണല്ലോ ഖബറിനെ കുറിച്ചൊരു ഭയപ്പാടില്ലാത്തത്, നരകത്തെ കുറിച്ചൊരു പേടിയില്ല. നാളെ നരകത്തിൽ പോകും ഈ കൂട്ടരെന്നൊക്കെ പറയുമ്പോൾ, ആലിമീങ്ങൾ പറയുമ്പോൾ അവരുടെ വാക്കുകളെ തൃണവൽഗണിച്ച് യുക്തിവാദികളുടെ പിറകെ, നിരീശ്വരവാദികളുടെ പിറകെ, ലിബറലിസത്തിന്റെ വക്താക്കളുടെ പിറകെ ഇന്നത്തെ തലമുറ പോവാൻ. അവർക്ക് ഈ വാക്കുകളൊക്കെ അവഗണിക്കണം. നരകം, ഇയാളൊക്കെ ഏത് കാലക്കാരനാണ് എന്ന് ചോദിക്കുന്ന ആളുകളായി മാറി. നരകത്തെക്കുറിച്ച് നിസാരവൽക്കരിക്കുന്നു. നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. നരകവും സ്വർഗവും ഒന്നും കണ്ടിട്ടില്ല, അള്ളാഹുവിനെയും റസൂലിനെയും പോലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കാണാതെ നിലകൊള്ളുന്നവർക്കാണ് മുത്തഖി എന്ന് പറയാ. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ആരാണ് മുത്തഖി എന്നുള്ളത്? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നത് ആരാണ്? അവർക്കുള്ള ക്വാളിറ്റി എന്താണ്? അവർക്കുള്ള വിശേഷണം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുന്നു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, സ്വർഗത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, നരകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, മഹ്ശറയെ കൊണ്ട് വിശ്വസിക്കുന്നവരാ. അല്ലാഹുവിന്റെ റസൂലാകുന്ന പ്രവാചകരെ നേർക്ക് നേരെ കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അങ്ങനെ ഒരു പ്രവാചകർ ഈ ലോകത്തേക്ക് വന്നു. ആ പ്രവാചകർ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആനാണ്. ഇതെന്നെ വഴികാട്ടിയാണ്, കാത്തലോകാണ്. ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയ അദൃശ്യനായ അല്ലാഹുവിനെ നേർക്ക് നേരെ ഒന്ന് കാണാൻ പ്രവാചകനെ മിഅ്റാജിന്റെ രാവിലെ കൊണ്ടുവന്നതായ നമസ്കാരം, അത് ദായിമാക്കൽ എന്നെ സംബന്ധിച്ച് നിർബന്ധമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, മൻ സറഹു അയൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിദ് അലാ സ്വലവാതിൽ ഖംസ. ഞാൻ അല്ലാഹുവിനെ കണ്ടതായ പ്രവാചകനാണ്. നേരിട്ട് അല്ലാഹുവിനെ കണ്ട പ്രവാചകർ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നു, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരെ, ഈ ലോകത്തിന്റെ തമ്പുരാനായ അല്ലാഹു ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാര
ആഹാരം നൽകുന്നവനായ അല്ലാഹു കിഴക്കൻ ചക്രവാളങ്ങളും സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊളിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്നതായ പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി കടലിൽ നിറന്നാകുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ അല്ലാഹ് ആ പടച്ചറപ്പിനെ നേർക്ക് നേരെ കാണാൻ ആഗ്രഹമുള്ള കാപ്പാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ് ഫൽയുഹാഫിൽ അലസ്സലവാതിൽ ഖംസാ 5 വഖത്ത് നമസ്കാരത്തെ നീ നിലനിർത്തിക്കോ ഒരു വഖത്ത് പോലും പരിപൂർണമായി ശ്രദ്ധ ചെലുത്താതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമൂഹമില്ലയോ കള്ളിന്റെ പിറകെ പോകുന്നവരില്ലയോ പെണ്ണിന്റെ പിറകെ പോകുന്നവരില്ലയോ ഭൗതിക ലോകത്താഡംബര ആസ്വാദനങ്ങൾ മുഴുകി ജീവിക്കുന്ന തലമുറകളെ ആൺകുട്ടികളാകാ തയ്യാറുണ്ടോ ഒരു വഖത്ത് പോലും നമസ്കാരത്തെ പാഴാക്കാതെ പരിപൂർണമായി നീ ശ്രദ്ധിച്ചാൽ അല്ലാഹുവിനെ നേർക്ക് നേരെ കാണാൻ പറ്റുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവനാണ് ആൺകുട്ടി, അല്ലാതെ കള്ളും കുടിച്ച് കഞ്ചാവും കുടിച്ച് നിൽക്കലല്ല. ഈ തിന്മകളെ ഒഴിവാക്കി നന്മയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ ശ്രമകരമായ പണിയാണ്. കള്ളുകുടിച്ച് കൂത്താടുക, MDMA അടിമയാകുക, LSDക്ക് അടിമയാകുക എന്ന് പറഞ്ഞ നിസാരാണ്. അതൊക്കെ സുലഭമാണ് ഇവിടെ. അതിന്റെ ആളുകളും സുലഭമാണ്. കാരിയറായിട്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. പെൺകുട്ടികളിലുണ്ട്, ആൺകുട്ടികളുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ തിന്മയിൽ അധികപ്പെട്ടുകൊണ്ട് മോശത്തരമാകാനല്ല, മോശപ്പെട്ടവനാകാനല്ല, മറിച്ച് ഏറ്റവും നല്ല സ്വാലിഹായ ഒരു മനുഷ്യനായി മാറണം. ഇനിയും ഇവിടെ സാലിഹീങ്ങൾ ഉണ്ടാവണ്ടേ. മഹാനാകുന്ന ശംസുൽ ഉലമയെ പോലെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനെ പോലെ സാലിഹീങ്ങളാകുന്ന തഖ്വയിൽ അധിഷ്ഠിതമായ ഉലമാ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കണ്ടേ. നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഖാദിയാരെ പോലെയുള്ള നല്ല സാലിഹീങ്ങളാകുന്ന ആളുകൾ, ആത്മീയ നേതൃത്വങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവണ്ടേ. വേണ്ടേ? നമുക്ക് വേണ്ടേ? എല്ലാവരും ആദരിക്കപ്പെടുന്നതാകുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് വേണ്ടേ? അതുകൊണ്ട് നല്ല തലമുറ ഉണ്ടാക്കാൻ, നല്ല ആൺകുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കൾ തയ്യാറാകണം. മക്കൾ പറയേണ്ട കാര്യമൊന്നുമില്ല, 4-5 ഉണ്ട്, എല്ലാം കണക്കാണ്. ഇശാമാരുമിനെ ഖുർആൻ പറയുമ്പോൾ പോയിട്ട് വരാന്ന് പറയും, ഉമ്മ എടുത്ത് ടാറ്റ അടിച്ചോണ്ട് ഒറ്റ പോകും. ഉമ്മ ഓതിക്കോളാനെ പറയും. എനിക്കും കൂടെ ഉള്ള ഒരു യാസീൻ മോദിക്കറാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദുആ വസിയത്ത് വരുന്നത് എന്നറിയാം. എൻ്റെ മകന് ഖൈറായ ഇണയില്ല, എൻ്റെ മകൾക്ക് ഖൈറായ തുണയില്ല, ഇണയില്ല. ദുആ വസിയത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന്. എന്താ കാരണം എന്നറിയാം? മക്കളൊക്കെ വേറെ ലോകത്താണ്. അപ്പോൾ നമ്മൾ ഒരു സൂറത്ത് കൊടുക്കും, അർ-റഹ്മാൻ സൂറത്ത് ഓദിക്കും. അപ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കുന്നതാണ്, ഞാൻ ഓതിയാൽ മതി. ഞാൻ പറയും, നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കെട്ടാം, നിങ്ങളുടെ മകനെ ഓതണം. ഒന്നിനെ അല്ല, അവനെ ഓതത്തില്ല ഉസ്താദ്. പിന്നെ കുറച്ചാൾ ഓടട്ടെ എന്ന് നാട്ടുകാരെ കൊണ്ട് ഓദിക്കും. ഉമ്മ ഓദിക്കും, വാപ്പ ഓദിക്കും. വാപ്പ ഓതി നെഞ്ചത്തൂതി, വാപ്പ രണ്ടാമത് കെട്ടി, തീർന്നു. റോക്കട് കയറും. മക്കൾക്ക് നിസ്കാരമില്ല, ഓതലുമില്ല. ഉമ്മായി വാപ്പ ഇരുന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് തന്നെ പരിപാടി. എന്ത് കാര്യം? മക്കള് കഞ്ചാവ് അടിച്ച് റോഡി കിടക്കുകയാണ്. എന്നിട്ട് ഇവന് പെണ്ണ് വേണം, അവക്ക് ആണിനും വേണം. എങ്ങനെ കിടക്കും? നമുക്ക് നിസ്കാരം ഇബാദത്തും വേണ്ടേ, തഖ്വ വേണ്ടേ, ഇബാദത്ത് വേണ്ടേ? നമുക്കിതൊന്നും ഇല്ല. നിസ്കാരം കറക്റ്റ് അല്ല, ദിക്ർ കറക്റ്റ് അല്ല, ഇബാദത്ത് കറക്റ്റ് അല്ല. എന്തെങ്കിലും ഒന്ന് ഓതാൻ പറഞ്ഞാൽ അറിയാവുന്നവനാണെങ്കിൽ പോലും ശ്രദ്ധ ചെലുത്തുന്നില്ല. എല്ലാം കിട്ടണം, അതൊന്നും നടക്കൂല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ وأنكم إلينا لا ترجعون. നിങ്ങളെ ഈ ദുനിയാവിലേക്ക് വെറുതെ പടച്ചതാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും അല്ല കേട്ടോ. അല്ലാഹു ഈ ദുനിയാവിലേക്ക് പടച്ചതിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഈ
ദുനിയാവിലേക്ക് വെറുതെ പടച്ചത് അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, ഭക്ഷണം കഴിക്കുക, റോഡിലോട്ട് ഇറങ്ങുക, കുറച്ചു നേരം ബീച്ചിൽ പോരുക, കാറ്റ് കൊള്ളുക, ജോലിക്ക് പോകുക, കുറച്ചു നേരം തിരിച്ച് വരിക, നിസ്കരിച്ച് നല്ല ഫുഡൊക്കെ അടിച്ച് കിടന്നുറങ്ങുക, മൊബൈൽ ഫോണൊക്കെ വെച്ച് നല്ല പാട്ടൊക്കെ കേട്ട് 2 സിനിമ കണ്ട് സെറ്റായിട്ട് കിടന്നുറങ്ങുക. ഇതിനാണോ അള്ളാഹു ദുനിയാവിലേക്ക് വിട്ടത്? അല്ലല്ലോ. അഫഹസിബുത്തും അന്നമാ ഖലഖനാകും അബസൻ, വെറുതെ ഈ ദുനിയാവിലേക്ക് പടച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുക. വെറുതെ പടച്ചതല്ല. മാത്രമല്ല വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്നിലേക്ക് നിങ്ങളെ മടക്കില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഈ ദുനിയാവ് കൊണ്ട് തന്നെ അങ്ങ് തീരും, ഇവിടെ തന്നെ ഖബറിലേക്ക് അങ്ങ് പോകും, ഇനി മഹ്ശറയൊന്നും ഇല്ല എന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഈ കാണിക്കുന്നത് ഈ തോന്നിവാസം? അല്ലാഹു ചോദിക്കുക. ഒരു പിടുത്തമുണ്ടാവും. وَلَنُذِيقَنَّهُم مِّنَ الْعَذَابِ الْأَدْنَى دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. അല്ലാഹു ചില പരീക്ഷണങ്ങൾ നൽകുന്നത്, ചില പ്രളയ ദുരിതങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചിന്തിക്കാനാണ്. മുസ്ലിമത്തെ, വയനാട് ജില്ലയിൽ ഒരു ഭാഗം തന്നെ അല്ലാഹു ഒരൊറ്റ രാത്രി ഇരുണ്ടെന്ന് വെളുത്തപ്പോ പരിപൂർണമായി ഇല്ലാതാക്കിയില്ലയോ, ഒഴിവാക്കി കളഞ്ഞില്ലയോ? ഉണ്ടക്കൈ എന്ന് പറയുന്ന ദേശം അല്ലാഹുവേ ഇന്നും പോയി നോക്കിയാൽ എത്ര ദുരിതത്തിന്റെ പ്രയാസമാണ്, എത്ര പ്രയാസത്തിലാണ് ആ സമൂഹം നിലകൊള്ളുന്നത്, എത്ര കുടുംബങ്ങളാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയത്, എത്ര ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടു പോയത്. രാത്രിയിൽ നല്ല ഇളം കാറ്റിൽ, നല്ല തണുപ്പുള്ള സമയത്ത് നല്ല മനോഹരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങിയവരാണ് ഒരുപാട് ആളുകൾ വയനാട്ടിലേക്ക് ചുരം കയറുകയല്ലയോ? ഈ ക്രിസ്മസിന്റെ ആകുന്ന ആഘോഷവേളകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതാ വയനാട്ടിലേക്ക് ചുരം കയറുകയാണ്. ചുരമതാ ബ്ലോക്കാണ്, മണിക്കൂറുകൾ അതാ വണ്ടി മുന്നോട്ട് പോകാൻ കിടക്കുകയാണ്. എവിടെയാണ്, എങ്ങോട്ടാണ് പോകുന്നത്? വലിയ ദൃഷ്ടാന്തമുള്ള സ്ഥലമല്ലേ? നേർക്ക് നേരെ ഒന്ന് കാണണ്ടേ മുസ്ലിമേ? എത്ര വലിയ അദാബ് അല്ലാഹു നൽകിയതാകുന്ന സ്ഥലമാണ്. എന്തിനാണ് ഈ അദാബുകൾ അല്ലാഹു നൽകുന്നത്? വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകൾ നൽകി അല്ലാഹു നിങ്ങളെ രുചിപ്പിക്കുന്നത് എന്തിനെന്നറിയുമോ? വലിയതാകുന്ന ശിക്ഷകൾ ഇതിന്റെ പിന്നിലുണ്ട്. ഒരു മുന്നറിയിപ്പാണ്. ഒരൊറ്റ രാത്രി ഇരുണ്ട് വെളുത്തപ്പോ 40 കൊല്ലത്തോളം നീ ഉണ്ടാക്കിയതാകുന്ന സമ്പാദ്യം മുഴുവനും ആ ഒരൊറ്റ രാത്രി വെള്ളത്തിലൂടെ ഒലിപ്പിച്ച് കളഞ്ഞത് അല്ലാഹു അല്ലയോ? അല്ലാഹുവിനെ ഓർക്കാനാണ്, അല്ലാഹുവിനെ സ്മരിക്കാനാണ്. നീ ഉണ്ടാക്കിയത് മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ അല്ലാഹ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅതിൽ മുൽക മാ തശാ വതൻസിഉൽ മുൽക മിമ്മാ തശാ وتعز من تشاء وتذل من تشاء بيدك الخير. നബിയേ, ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാകുന്ന ഈ സമൂഹത്തോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ റസൂലേ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅതിൽ മുൽക മാ തശാ. അല്ലാഹുവാണ് അധികാരത്തിന്റെ പരമോന്നത പദവിയുള്ളവൻ. ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്. അല്ലാഹുവാണ് അധികാരം നൽകുന്നവൻ, അല്ലാഹുവാണ് അധികാരമെടുക്കുന്നവൻ. അധികാരത്തിന്റെ ഉത്തുംഗതയിൽ കഴിഞ്ഞ് അഹങ്കാരത്തോടുകൂടി നെരിപ്പോടുകൂടി നിലകൊള്ളുന്നവര്, അഹങ്കാരിയായ ധിക്കാരിയായ മനുഷ്യന് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ തകിടം മറിക്കാൻ കെൽപ്പുള്ളവൻ അല്ലാഹുവാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ഉമ്മത്തിന്. അല്ലാഹു പറയാണ്, അഹങ്കരിക്കണ്ട, ഒരു സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ ഇല്ലാതാകും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വെറുതെ അല്ല അല്ലാഹു ഇങ്ങോട്ട് പടച്ചത്, ഇതിനൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്
وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അധികാരത്തിന് പരമോന്നത പദവിയുള്ള അല്ലാഹു അവനത്ര പരിശുദ്ധനാണ്, ബറക്കത്തുടയവനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. എന്തിനാണ് അല്ലാഹു ഈ ദുന്യവിയായ ജീവിതവും ശേഷം ഒരു മരണവും അല്ലാഹു സമ്മാനിക്കുന്നത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ദുന്യാവാകുന്ന 60 70 വയസ്സുള്ള കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാനാണ് ഈ ദുനിയാവും ശേഷവും മരണവും അല്ലാഹു സമ്മാനിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. വെറുതെ ഒന്നല്ല, വെറുതെ കുട്ടിക്കളിക്ക് ഒന്നല്ല ദുന്യാവ്. ഈ 60-70 വയസ്സ് അല്ലാഹു ഇങ്ങനെ തന്നത് എന്തിനാ? നിങ്ങൾക്കൊരു പരീക്ഷണമാണിത്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ അമൽ ചെയ്യണം. ഇതൊരു പരീക്ഷണ ലോകമാണിത്. ഇതിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രയാസമാണിത്. തങ്ങൾ പറഞ്ഞുവല്ലോ, ഓരോ ദിവസവും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് മനുഷ്യനോട് പറയുന്നുണ്ട്, ആദമിന്റെ പൊന്നുമോളെ ഇന്നി യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ് കേട്ടോ. വഇന്നി അലാ മാ യഅമലു ഫിയ ശഹീദ്, നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മകളും എല്ലാ തിന്മകൾക്കും ദിവസമാകുന്ന ഞാൻ സാക്ഷിയാണ് കേട്ടോ. പൊന്നുമോനെ ശ്രദ്ധിക്കണേ. വഇന്നി ഇദാ ഖറബത്തി ശംസു ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ദിവസമാകുന്ന ഞാൻ ഇന്നത്തേതാകുന്ന സൂര്യാസ്തമയത്തോടുകൂടി മഗ്രിബോടുകൂടി നിന്നെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പോകുകയാണ്. മഗ്രിബോടുകൂടി അറബി മാസ കലണ്ടർ പ്രകാരം അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ദിവസമാകുന്ന ഞാൻ മഗ്രിബാകുമ്പോൾ നിന്നെ ഒഴിവാക്കി പോകുകയാണ്. ഇനി ഒരിക്കലും നിന്നിലേക്ക് ഞാൻ മടങ്ങി വരില്ല കേട്ടോ. എത്ര പരിശ്രമിച്ചാലും ദിവസമാകുന്ന എന്നെ നിന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ ഇനി മടക്കി കിട്ടില്ല പൊന്നുമോനെ. അതുകൊണ്ട് അമൽ ചെയ്യണേ. എല്ലാ ദിവസങ്ങളും നമ്മളോട് പറയുന്നുണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നിപ്പോ മഗ്രിബിന് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ട് പോകുന്നത്, ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഇന്നിപ്പോ മഗ്രിബ് കഴിഞ്ഞ് തുടങ്ങി അടുത്ത ദിവസം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളോട് ദിവസങ്ങൾ. ശ്രദ്ധിച്ചോ. ഞാനൊരു പുതിയ ദിവസമാണ്. ഇന്നി യൗമിൻ ജദീദുൻ, ഞാനൊരു പുതിയ ദിവസമാണ്. ഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും തിന്മകൾക്കും ഞാൻ സാക്ഷിയാണ്. നീ നിസ്കരിച്ചോ മഗ്രിബ്, ഞാൻ സാക്ഷിയാണ്. നീ കള്ളു കുടിച്ചോ, ഞാനതിന് സാക്ഷിയാണ്. നീ ബിവറേജിൽ പോയി ക്യൂ നിന്നോ, ഞാൻ സാക്ഷിയാണ്. നീ ഇതാ ജനുവരി 8 മുമ്പ് സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ബ്രാൻഡിയുടെ പേര് കൊടുത്താൽ 10,000 രൂപ കൊടുക്കുന്ന സർക്കാർ, അതിന്റെ പേരിടുന്നതിന് വേണ്ടി നീ ഇപ്പൊ ഇങ്ങനെ സർക്കാരിടുന്ന പേര് ഒപ്പിച്ചുകൊണ്ട് നീ അതിനുവേണ്ടി നിലകൊണ്ടോ, ഞാനതിന് സാക്ഷിയാണ്. നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നീചവൃത്യങ്ങൾക്കും എല്ലാ തിന്മകൾക്കും എല്ലാ നന്മകൾക്കും
നീ നിസ്കരിക്കുന്നത്, നീ നോമ്പ് തുടിക്കുന്നത്, നീ സകാത്ത് കൊടുക്കുന്നത്, നീ ഹജ്ജ് ചെയ്യുന്നത്, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നത്, നീ നിരാലംബർക്ക് അവലംബമാകുന്നത്, നീ നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കുന്നത്, നീ പള്ളിക്ക് സഹായിക്കുന്നത്, മദ്രസകൾക്ക് കൊടുക്കുന്നത്, ദീനീ സ്ഥാപനങ്ങൾ കൊടുക്കുന്നത്, നിന്റെ എല്ലാ സുഹൃതങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. നീ കള്ളു കുടിക്കുന്നത്, നീ വ്യഭിചരിക്കുന്നത്, നീ സിനിമ കാണുന്നത്, നീ സീരിയൽ ദർശിക്കുന്നത്, നീ റീൽസ് കളിക്കുന്നത്, എല്ലാ അശ്ലീലതകളിലേക്കും ചുവട് വെച്ചുകൊണ്ട് നീ നടക്കുന്നത്, നിന്റെ കൈ കൊണ്ട്, നിന്റെ കാതുകൊണ്ട്, നിന്റെ ഹൃദയം കൊണ്ട്, നിന്റെ ശരീരം കൊണ്ട് എല്ലാ തിന്മകളിൽ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് നീ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. മഗ്രിബാകുമ്പോ ഞാൻ നിന്നെ വിട്ടുപോകും. സൂര്യൻ അസ്തമിച്ചാൽ ഞാൻ പോകും. ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ എന്നെ ഒന്ന് മടക്കി കിട്ടാൻ ഒരു മിനിറ്റ്, എന്നിലുള്ള ഒരു സെക്കൻഡിന് വിലക്ക് നീ പിന്നെ ചോദിക്കും, കിട്ടൂല. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ.